എത്രയോ അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. പാകിസ്ഥാൻ ചാരന്മാരായി ചിത്രീകരിക്കുന്ന അനുഭവങ്ങൾ. ഇപ്പോൾ തന്നെ ഏതാനും ദിവസം മുമ്പ് നിങ്ങൾക്കറിയും, തെങ്കാശിയിൽ RSSന്റെ ആസ്ഥാനത്ത് ബോംബ് പൊട്ടുകയുണ്ടായി. RSSന്റെ ആസ്ഥാനത്ത് ബോംബ് പൊട്ടിച്ചത്, ബോംബങ്ങ് പൊട്ടിക്കഴിഞ്ഞ് അടുത്ത നിമിഷം മുതൽ മാധ്യമങ്ങൾ, മുഖ്യധാരാ മാധ്യമങ്ങൾ മൊത്തം മുസ്ലിം സമുദായത്തിന്റെ മേൽ കുതിര കയറാൻ തുടങ്ങി. വിഷ്വൽ മീഡിയ മുഴുവൻ തമിഴ്നാട്ടിലെ പ്രഗത്ഭനായ അഭിഭാഷകൻ, ക്രിമിനൽ അഭിഭാഷകൻ പാപ്പാ മോഹൻ എന്ന് പറയുന്ന, ഭവാനി മോഹൻ എന്നറിയപ്പെടുന്ന, എന്റെ കേസിൽ എന്നെ സഹായിക്കുകയും ചെയ്തിട്ടുള്ള അദ്ദേഹവുമായി ആ വിഷയത്തിൽ ഞാൻ നിരന്തരമായി ബന്ധപ്പെട്ടു. ആദ്യം തന്നെ അദ്ദേഹം പറഞ്ഞു, ഇതിന്റെ പിന്നിൽ ഏതോ ഗൂഢാലോചനയുണ്ട്, മുസ്ലിം സമുദായത്തെ മേൽ കുതിര കയറാൻ വേണ്ടിയുള്ള ഗൂഢാലോചനയാണ്. അതായത് മാധ്യമങ്ങൾ മൊത്തം ആ സംഭവം നടന്ന ഉടനെ തന്നെ പാകിസ്ഥാന്റെ കൈവരെ അതിൽ കണ്ടുകൊണ്ട് തമിഴ്നാട്ടിലെ മാധ്യമങ്ങളും ഇംഗ്ലീഷ് പത്രങ്ങളും മൊത്തം എഴുതുകയുണ്ടായി. പക്ഷേ തമിഴ്നാട്ടിലെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ നിഷ്പക്ഷമായ ഒരു അന്വേഷണം നടത്തുന്നതിന് തയ്യാറായപ്പോൾ യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത്? ഒരൊറ്റ മുസ്ലിമിനും അതിൽ പങ്കില്ലെന്ന് മാത്രമല്ല, RSSന്റെ ട്രെയിനിങ് കിട്ടിയ കേഡേഴ്സാണ് അവിടെ ബോംബ് വച്ചിരിക്കുന്നത് എന്ന് DIG കണ്ണപ്പന്റെ നേതൃത്വത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ അന്വേഷിച്ചിട്ട് പ്രതികളെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി. പ്രതികളെ പിറ്റേ ദിവസം അറസ്റ്റ് ചെയ്യുമ്പോൾ അതിന്റെ തലേ ദിവസം വരെ തമിഴ് പത്രങ്ങളും ഇംഗ്ലീഷ് പത്രങ്ങളും വെണ്ടയ്ക്ക നിരത്തി മുസ്ലിങ്ങൾക്കെതിരെ എഴുതിയവർ പ്രതികളെ അറസ്റ്റ് ചെയ്തപ്പോൾ അറസ്റ്റ് ചെയ്തതിന്റെ ഫോട്ടോയും വാർത്തയും ഉൾപേജിൽ ഒതുക്കുകയുണ്ടായി. അതുപോലെ കർണാടകത്തിൽ പോലീസ് തന്നെ പറയുന്നു, കർണാടകത്തിലെ വനത്തിൽ നിന്ന് അറസ്റ്റ് ചെയ്തവർക്ക് പാകിസ്ഥാനുമായി യാതൊരു ബന്ധവുമില്ല, അവിടെ പാകിസ്ഥാന്റെ കൊടി ഉയർത്തി എന്ന് പറയുന്നത് ശരിയല്ല എന്ന് പോലീസ് വളരെ വ്യക്തമായി പറഞ്ഞിട്ടും ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾ, കേരളത്തിലെ പോലും മുഖ്യധാരാ മാധ്യമങ്ങൾ അവിടെ പാകിസ്ഥാനിലെ സംഘടനകളിൽ പ്രവർത്തിക്കുന്നവരും പാകിസ്ഥാന്റെ ഏജന്റുമാരും അവിടെ ആയുധ പരിശീലനം നടത്തി എന്ന നിലയിൽ എഴുതിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ എത്രയെത്ര അനുഭവങ്ങളാ. വിനീതനായ ഞാൻ ജയിലിൽ കിടക്കുമ്പോൾ ഒരു ദിവസം പ്രഭാതത്തിൽ പത്രമെടുത്തു നോക്കുമ്പോൾ കാണുന്നത്, കാണ്ഡഹാറിൽ വിമാനം തട്ടിക്കൊണ്ടുപോയതിൽ അബ്ദുൽ നാസർ മഅദനിയെയും വിട്ടയക്കണമെന്ന് കാണ്ഡഹാറിൽ വിമാനം തട്ടിക്കൊണ്ടുപോയ തീവ്രവാദികൾ ആവശ്യപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള രാജഗോപാലിന്റെ പ്രസ്താവനയാണ്. രാജഗോപാലിന്റെ പ്രസ്താവനയെ ജസ്വന്ത് സിംഗ് തന്നെ പിന്നെ തള്ളിപ്പറഞ്ഞതിന്റെ പേരിൽ കൂടുതലായിട്ട് അതിലൊന്നും ചെയ്യേണ്ടി വന്നില്ല എങ്കിലും ആ ഏതാനും ദിവസങ്ങൾ, ആ വാർത്തകൾ വന്ന ദിവസം, അല്ലെങ്കിൽ തന്നെ സേലം ജയിലിൽ, ഇന്ത്യയിലെ ഏറ്റവും വലിയ പണിഷ്മെന്റ് ജയിലിൽ പുറത്തിറങ്ങാൻ കഴിയാതെ കിടക്കുന്ന എനിക്ക് 2-3 ദിവസക്കാലം പീഡനങ്ങളുടെ പർവ്വമായിരുന്നു ഞാൻ അനുഭവിക്കേണ്ടി വന്നത്. കാരണം കാണ്ഡഹാറിൽ വെച്ച് തട്ടിക്കൊണ്ടുപോയ വിമാനത്തിന് വിട്ടയക്കാൻ വേണ്ടി ആവശ്യപ്പെട്ട പ്രതികളുടെ കൂട്ടത്തിൽ ഞാനുമുണ്ട് എന്ന് പറഞ്ഞതിന്റെ പേരിൽ. അതുപോലെ എത്രയെത്രയോ പീഡനങ്ങൾ, എത്രയെത്രയോ ഇതുപോലെയുള്ള സംഭവങ്ങൾ നമ്മളുടെ മുന്നിൽ നിരന്തരമായി നാം കണ്ടുകൊണ്ടിരിക്കുന്നു. തെറ്റിദ്ധരിപ്പിക്കലുകൾ. കൊച്ചു കേരളത്തിൽ തന്നെ നമുക്കറിയും, ഇമെയിൽ ഒരു ചെറുപ്പക്കാരൻ അവന്റെ പ്രേമനൈരാശ്യം കാരണമായിട്ട് തന്റെ കാമുകിയുടെ പേരുപയോഗിച്ച് ഒരു ഇമെയിൽ സന്ദേശം അയച്ചതിന്റെ പേരിൽ, ആ ഇമെയിൽ സന്ദേശത്തിന്റെ പേരിൽ എത്ര ദിവസമാ മുസ്ലിം ചെറുപ്പക്കാരാണ് അതിന്റെ പിന്നിൽ, മുസ്ലിം തീവ്രവാദ സംഘടനകളാണ് അതിന്റെ പിന്നിൽ എന്ന് പറഞ്ഞുകൊണ്ട് വാർത്തകൾ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരുന്നത്. ആ ഇമെയിൽ സന്ദേശത്തിന്റെ പേരിൽ 3 ദിവസം കേരളത്തിലെ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ കോയമ്പത്തൂർ ജയിലിലായിരുന്നു ഉണ്ടായിരുന്നത്. എന്തിനായിരുന്നെന്നറിയോ? ഈ പേരുകാരൻ എപ്പോഴെങ്കിലും അബ്ദുൽ നാസർ മഅദനി ഇങ്ങനെ പേരുള്ള ഏതെങ്കിലും ഒരാൾ വന്ന് കണ്ടിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് എന്നെ സന്ദർശിച്ച സന്ദർശകരുടെ മൊത്തം ലിസ്റ്റ് 3 ദിവസം തുടർച്ചയായിരുന്നു പരിശോധിച്ചു കഴിഞ്ഞപ്പോഴാണ് അങ്ങനെ ഒരാൾ സന്ദർശിച്ചിട്ടില്ല എന്ന് വന്നപ്പോൾ അവിടെ നിന്ന് പിന്നീട് തിരിച്ചുപോയത്. ചുരുക്കി പറഞ്ഞാൽ, തീവ്രവാദം ലെറ്റർ ബോംബ് പിടിച്ചപ്പോൾ ആദ്യം തന്നെ പ്രഖ്യാപിച്ചു മുസ്ലിം തീവ്രവാദികളാണെന്ന്. ഒട്ടുമിക്ക പത്രങ്ങളും ഫ്രണ്ട് പേജിൽ വെണ്ടയ്ക്ക നിരത്തി മുസ്ലിം തീവ്രവാദികളാണ് ലെറ്റർ ബോംബിന്റെ പിന്നിലെന്ന്. അവസാനം എല്ലാ തീവ്രവാദം എവിടുണ്ടോ, മന്ത്രവാദം എവിടുണ്ടോ, ഇത് രണ്ടും മുസ്ലിങ്ങളുടെ പേരിൽ കെട്ടിവെക്കുക എന്നതാണ് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം. മുസ്ലിങ്ങളെ തീവ്രവാദികളാക്കുക, മുസ്ലിങ്ങളെ ആക്ഷേപിക്കുക, മുസ്ലിങ്ങളെ അധിക്ഷേപിക്കുക, മുസ്ലിങ്ങളുടെ മാനം കെടുത്തുക. അവസാനം ഇത് മുസ്ലിമല്ല, മുസ്ലിം സമുദായത്തിൽപ്പെട്ടവനല്ല ഈ ലെറ്റർ ബോംബ് അയച്ചത് എന്ന് വ്യക്തമാക്കപ്പെട്ടപ്പോൾ ഒന്ന് മാപ്പ് ചോദിക്കുന്നത് പോയിട്ട് ഒരു കുറ്റബോധമെങ്കിലും വാർത്തകളിൽ നിറയുന്നത് നമ്മൾ കണ്ടില്ല. ചുരുക്കത്തിൽ ഏത് നിമിഷവും തീവ്രവാദികളാക്കപ്പെടാവുന്ന, ഏത് നിമിഷവും പാകിസ്ഥാൻ ചാരന്മാരായി ചിത്രീകരിക്കപ്പെടാവുന്ന ഒരവസ്ഥയിൽ മുസ്ലിം യുവത്വം ഭീതിയുടെ നടുവിലാണുള്ളത്, സംശയത്തിന്റെ മുൾമുലയിലാണുള്ളത്. ഇങ്ങനെ